flawless victory. Choose your destiny. Good morning all. Welcome to yet another beautiful episode of Lifestyle. I don't read the newspapers because they all have ugly prints. At the starting of the week, at Summit Talks you'll hear them speak. It's only Monday. ഇന്ന് ലൈഫ് സ്റ്റൈലിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് UK-യിലും ഇന്ത്യയിലും മറ്റ് വിദേശ രാജ്യങ്ങളുമായി വ്യാപിച്ചു കിടക്കുന്ന എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സെന്റ് മേരീസ് ഇന്റർനാഷണലിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ സാബു കുര്യനാണ്. സാധ്യതകൾക്ക് സങ്കല്പങ്ങളെക്കാൾ നിറവും സുന്ദരമായ വഴികളുമുള്ള ഒരു കാല പരിസരത്താണ് നമ്മൾ ജീവിക്കുന്നത്. ലോകം വലിയ ഒരു വിപണിയായി മാറിയിരിക്കുന്നത് കേവലം ഏതെങ്കിലും മേഖലയിൽ മാത്രമല്ല, മനുഷ്യന്റെ ജീവവായുവിൽ വരെ അതിൻ്റെ സ്പന്ദനങ്ങളുണ്ട്. അത്തരമൊരു സ്പന്ദനത്തെ നന്നായി തിരിച്ചറിയുന്ന ഒരു വ്യക്തിയുടെ വ്യതിരിക്തതയെയാണ് ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ശ്രീ സാബു കുര്യൻ അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കൾക്ക് മുന്നിൽ തുറക്കുന്നത് വലിയ ഒരു സ്വപ്നജാലകമാണ്. കോട്ടയത്ത് അഞ്ചേരിൽ കൊമേഴ്സ് കോംപ്ലക്സ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സെയിൻറ്റ് മേരീസ് ഇന്റർനാഷണൽ അക്കാഡമി ആൻഡ് കൺസൾട്ടൻസി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒന്നും അവസാന വാക്കല്ല എന്ന് തെളിയിക്കുകയാണ്. പ്രൊഫഷണൽ കോഴ്സുകളായ MBBS, എഞ്ചിനീയറിംഗ് എന്നിവയ്ക്ക് ഇന്ന് ലോകത്തെമ്പാടുമുള്ള സ്വീകാര്യതയെ തിരിച്ചറിയുകയാണ് ശ്രീ സാബു കുര്യൻ. ഭൗതിക സാഹചര്യങ്ങൾ പൊതുവെ മെച്ചപ്പെട്ട രാജ്യങ്ങളിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസം നടത്തുകയെന്നത് ഏതൊരു വിദ്യാർത്ഥിയുടെയും സ്വപ്നമാണ്. ആ സ്വപ്ന തീരത്തേക്കാണ് സെന്റ് മേരീസ് ഇന്റർനാഷണൽ അക്കാഡമി ആൻഡ് കൺസൾട്ടൻസിയിലൂടെ ശ്രീ സാബു കുര്യൻ ശ്രമിക്കുന്നത്. അമേരിക്ക, കാനഡ, യൂറോപ്പ് എന്നിങ്ങനെ വിവിധ ഇടങ്ങളിൽ MBBS, എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ കൂടാതെ BSc നഴ്സിംഗ്, MBA, MSc, BSc തുടങ്ങിയ പഠന പദ്ധതികൾക്ക് സാധ്യതയും സൗകര്യവും ഒരുക്കുകയാണ് ഈ ദേശീയ നിലവാരമുള്ള അക്കാദമി. പ്രായോഗികമായി പുരോഗമിക്കുമ്പോൾ മാത്രമേ ഏത് പഠനവും ഉച്ചകോടിയിലെത്തുകയുള്ളൂ. എല്ലാ പഠന മേഖലകളിലും നടക്കുന്ന വമ്പിച്ച പൊളിച്ചെഴുത്തുകളെ ദീർഘദർശനത്തോടെ തിരിച്ചറിയുകയാണ് ശ്രീ സാബു കുര്യൻ. നമസ്കാരം സർ. നമസ്കാരം. ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. താങ്ക് യു. ലൈഫ് സ്റ്റൈലിന്റെ ആദ്യകാല എപ്പിസോഡുകളിൽ സെന്റ് മേരീസ് ഇന്റർനാഷണലിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ശ്രീ സാബു കുര്യന്റെ ആക്ടിവിറ്റീസിനെ കുറിച്ചുമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡിൽ സെന്റ് മേരീസ് ഇന്റർനാഷണലിന്റെ ഇപ്പോഴത്തെ പ്രോഗ്രാമുകളെ പറ്റി നമുക്ക് ചോദിച്ചറിയാം. സർ, ഒരു പതിറ്റാണ്ടിലേറെയായി ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സെന്റ് മേരീസ് ഗ്രൂപ്പിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പേർക്ക് അവിടെ വിദേശത്ത് സെറ്റിൽ ചെയ്യാനും സാർ വഴി സാധിച്ചിട്ടുണ്ട്. സെന്റ് മേരീസ് ഇന്റർനാഷണൽ വഴി സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ തൊഴിലവസരങ്ങൾ എങ്ങനെയൊക്കെയാണ്? സെന്റ് മേരീസ് ഇന്റർനാഷണൽ വഴി കഴിഞ്ഞ 12 വർഷ കാലഘട്ടമായി ഏതാണ്ട് 10,000-കണക്കിന് ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചു. ഇപ്പോൾ യൂറോപ്പിലുണ്ടായിരിക്കുന്ന കുടിയേറ്റ നിയമങ്ങൾക്കനുസൃതമായി പല പ്രത്യേക രീതിയിലുള്ള പാക്കേജുകളും കോഴ്സുകളുമായി ബന്ധപ്പെട്ട് പുതിയ രീതിയിലുള്ള തൊഴിലവസരങ്ങളെ സൃഷ്ടിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി പുതിയതായി യൂണിവേഴ്സിറ്റി ഫോം ചെയ്തിരിക്കുന്ന ഒരു നേഴ്സിംഗ് പ്രോഗ്രാം, അതായത് നേരത്തെ വിദേശ രാജ്യങ്ങളിലെത്തുന്ന നേഴ്സുമാർക്കും മറ്റു പ്രൊഫഷണലുകൾക്കും അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടാൻ എളുപ്പമായിരുന്നു. അപ്പം അതിനു വേണ്ടിയുള്ള IELTS മറ്റുള്ള കടമ്പകൾ കിടക്കേണ്ട ആവശ്യകതയില്ലായിരുന്നു. ഇപ്പം IELTS 7 ആക്കുകയും അഡാപ്റ്റേഷൻ പ്രോഗ്രാമും അതിനോടനുബന്ധിച്ചുള്ള വർക്ക് പെർമിറ്റ് സ്കീമും ലഭ്യമാകാൻ പഴയതിലും അല്പം കൂടെ ബുദ്ധിമുട്ടണമെന്നല്ലാതെ അതിനനുബന്ധമായി തന്നെ മറ്റ് ചില ആനുബന്ധിക കോഴ്സുകളിലൂടെ അവർക്ക് പഴയ രീതിയിലേക്ക് അവിടെ വർക്ക് പെർമിറ്റ് നേടിയെടുക്കാനുള്ള അവസരം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. വർക്ക് പെർമിറ്റ് നേടിയെടുക്കാൻ കാലതാമസം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ തൊഴിലവസരങ്ങളെ ആകെ മൊത്തത്തിൽ ബാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാമല്ലേ? തൊഴിലവസരങ്ങളിലുണ്ടായ ചെറിയ മന്ദത കാരണം യൂറോപ്യൻ യൂണിയൻ്റെ ഏകീകരണത്തോടുകൂടി പോളണ്ട്, റൊമേനിയ, ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ആൾക്കാരെല്ലാവരും തന്നെ ഇംഗ്ലണ്ടും അല്ലെങ്കിൽ ജർമ്മനി അല്ലെങ്കിൽ അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കുടിയേറുകയും വിദേശികൾ വന്ന് ചെയ്തുകൊണ്ടിരുന്ന തൊഴിലുകളെല്ലാം അവർ കൈയടക്കുകയും ചെയ്തു. ഇപ്പോൾ യൂറോ ഡെവലപ്പായതോടുകൂടി അവരുടെ പല ആൾക്കാരും തിരിച്ചു പോവുകയും വീണ്ടും തൊഴിലവസരങ്ങൾ ഇപ്പം അയർലൻഡിലും UK-യിലും ഇപ്പം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ജർമ്മനിയിൽ ഇപ്പോൾ വളരെയധികം തൊഴിലവസരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന
ഒരു സമയമായിപ്പോൾ. ഇപ്പം ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരെ അപേക്ഷിച്ചിടത്തോളം ഒരുപാട് ബെനിഫിറ്റ്സ് എന്താണെങ്കിലും ഉണ്ട് പുറത്ത് ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക്. എന്തൊക്കെയായിരിക്കാം ശരിക്കും അഡ്വാൻറ്റേജസ് ലഭിക്കുന്നത്? ഇപ്പോൾ സംബന്ധിച്ച് യൂറോപ്യൻ മേഖലകളിൽ ഒരു പുതിയ സ്കീം വന്നിട്ടുണ്ട്. അതായത് ഇവിടെ പഠിച്ചിരിക്കുന്ന ഡിപ്ലോമയോ ഡിഗ്രിയോ ഉള്ള നേഴ്സുമാർ യൂറോപ്പിലെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ നേഴ്സിംഗ് കോഴ്സിന് വന്നാൽ, അതായത് ഡിപ്ലോമ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോയി 2 വർഷത്തെ നേഴ്സിംഗ് കോഴ്സ് ചെയ്യുക. അത് ഗ്ലോമോർഗൻ യൂണിവേഴ്സിറ്റി സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു പുതിയ ഒരു കോഴ്സിൻ്റെ പ്രോഗ്രാമാണ്. അപ്പോൾ അങ്ങനെയുള്ള നഴ്സുമാർക്ക് IELTSൻ്റെ ആവശ്യമുണ്ടോ? ഇങ്ങനെ പോകുന്ന നഴ്സുമാരെ സംബന്ധിച്ച് അവിടെ നമ്മളിപ്പോൾ യൂറോപ്പിൽ നേഴ്സിംഗ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ +2 കഴിഞ്ഞ് അവിടെ നേഴ്സിങ്ങിന് പോകണം എന്ന് പറഞ്ഞാൽ അവിടെ +2 കഴിഞ്ഞ ആ സമയത്ത് അവർക്ക് നേഴ്സിങ്ങിന് പോകാം. ഇവിടെ +2 കഴിഞ്ഞ കുട്ടിക്കാണെങ്കിലും പോയി അവിടെ നേഴ്സിംഗ് കോഴ്സ് ഫുൾ ചെയ്യാൻ പറ്റുമോ? നേഴ്സിംഗ് കോഴ്സ് ആദ്യം മുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ 60% ഇംഗ്ലീഷിൽ മാർക്കുണ്ടെങ്കിൽ അവർക്ക് അവിടെ അപ്ലൈ ചെയ്യാം. യൂണിവേഴ്സിറ്റി അവരെ അപ്രൂവൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് 3 വർഷത്തെ കോഴ്സിന് വരാം. അപ്പോൾ ഈ ഓരോ വർഷവും 9,000 പൗണ്ട് വരെ അവിടെ ഫീസായിട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ 3 വർഷം കൊണ്ട് ആദ്യത്തെ വർഷത്തെ ഗഡുവായി കൊടുക്കാം, 2ാമത്തെ വർഷം ഗഡുവായി കൊടുക്കാം, 3ാമത്തെ വർഷത്തെയും ഗഡുവായി കൊടുക്കാം. അപ്പോൾ ആദ്യ വർഷം അവിടെ ഒരു ഈ പ്രീ നേഴ്സിംഗ് പ്രോഗ്രാമിൻ്റെ സ്കീമിലേക്ക് വന്നാൽ, അതായത് അവർക്ക് പാർട്ട് ടൈമായി ജോലി ചെയ്യാൻ അവസരമുണ്ട്. 20 അവർ വരെ ജോലി ചെയ്യാൻ അവസരം ലഭിക്കുന്നുണ്ട്. പുതിയ മാറിയ നിയമം അനുസരിച്ച് UK-യിലൊക്കെ അനുവദിക്കുന്നുണ്ടോ? മാറിയ നിയമങ്ങളല്ല. അതായത് പണ്ട് UK-യിൽ വളരെയധികം കോളേജുകൾ യൂണിവേഴ്സിറ്റികളുടെ അണ്ടറിൽ അഫിലിയേഷനുള്ള കോളേജുകൾ അവരുടെ മാനദണ്ഡം അനുസരിച്ച് അവിടെ കോളേജുകൾ പ്രവർത്തിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പലതും മാനദണ്ഡം അനുസരിച്ച് പ്രവർത്തിക്കാത്ത കോളേജുകളുടെ ലൈസൻസ് റദ്ദാക്കി. അപ്പോൾ അങ്ങനെയുള്ള കോളേജുകൾക്ക് വിദേശ രാജ്യത്തു നിന്നും കുട്ടികളെ കൊണ്ടുവരാനുള്ള അംഗീകാരം നിർത്തലാക്കപ്പെട്ടു. അപ്പോൾ അതുപോലെ തന്നെ പല കോളേജുകളും ഇപ്പം നോ വർക്ക് എന്ന സ്കീമിലാണ് കൊണ്ടുവരുന്നത്. അത് പ്രൈവറ്റ് സെക്ടറാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും പഴയതുപോലെ തന്നെ ആൾക്കാർക്ക് MBA MCA അല്ലെങ്കിൽ ഡിപ്ലോമ ഡിഗ്രി എല്ലാ കോഴ്സുകൾക്കും വരാം. അവർക്കെല്ലാം ഈ പഴയ രീതിയിലുള്ള ആനുകൂല്യങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പം ഈ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന എല്ലാ സ്റ്റുഡൻസിനും അവരെ സംബന്ധിച്ചിടത്തോളം 20 അവർ ജോലി ചെയ്യുകയും ലെവൽ 7 അത് മാസ്റ്റർ ഡിഗ്രി അല്ലെ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞ് വരുന്ന വേറെ സ്റ്റുഡൻ്റ് അവരുടെ ഫാമിലിയെ കൊണ്ടുവരാം, ഫാമിലിക്ക് വർക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഡിഗ്രി ലെവലിലുള്ള കോഴ്സുകൾക്കും യൂണിവേഴ്സിറ്റി വഴി വന്നാൽ ഉള്ള വ്യതിയാനം പ്രൈവറ്റ് സെക്ടറിൽ സാധാരണ രീതിയിൽ കോഴ്സ് ഫീയുടെ നിരക്ക് കുറവായിരിക്കും. ഇപ്പോൾ കോഴ്സ് ഫീ ഇപ്പോൾ 5,000 രൂപ കൊടുക്കേണ്ട അടുത്ത് യൂണിവേഴ്സിറ്റി വഴി വന്നാൽ ഒരു 7,000 രൂപ കൊടുക്കണം, അല്ലെങ്കിൽ 8,000 പൗണ്ട് ചിലവാകും. അപ്പം അത് ഈ 3,000 പൗണ്ട് ലാഭിക്കാൻ വേണ്ടിയാണ് എല്ലാവരും തന്നെ പ്രൈവറ്റ് കോളേജിലേക്ക് വരുന്നത്. അപ്പോൾ ഈ പ്രൈവറ്റ് കോളേജ് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങൾ പാലിക്കാതെ വരുന്നതുകൊണ്ടാണ് അവിടെ ക്യാൻസൽ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഈ പ്രൈവറ്റ് സെക്ടറിലെ പ്രശ്നങ്ങളുള്ളൂ. അതുപോലെ തന്നെ വിദേശത്ത് പോകുന്ന വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിനും ഏതൊക്കെ കോളേജിനും വാങ്ങുന്ന അംഗീകാരമുള്ളത് അംഗീകാരമില്ലാത്തതെന്നുള്ള കാര്യമൊക്കെ. ഇതൊക്കെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഇക്കാര്യത്തിലൊരു വ്യക്തമായ ഗൈഡൻസ് എങ്ങനെയാണ് ലഭിക്കുക? നമുക്ക് ഇപ്പോൾ തന്നെ അതിനുള്ള എല്ലാവിധ സംവിധാനവും ഇന്ന് നമ്മുടെ ഇൻ്റർനെറ്റ് വഴിയും ഗൂഗിൾ വഴിയും ലഭ്യമാണ്. അല്ലെങ്കിൽ പിന്നെ ഇതുമായിട്ട് രജിസ്റ്റർ ആയിട്ടുള്ള ഏതെങ്കിലും റിക്രൂട്ട്മെൻറ്റ് സ്ഥാപനങ്ങളിൽ OSC ഓഫീസ് ഓഫ് ഇമിഗ്രേഷൻ സർവീസ് കമ്മീഷണർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരിൽ നിന്നും നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റുന്ന. ഉദാഹരണത്തിന് ഇപ്പം ഞങ്ങളുടെ ഓഫീസിൽ വന്നാൽ, ഇപ്പം ഞങ്ങളുടെ കോട്ടയത്ത് ഓഫീസുണ്ട്, അതിനോടനുബന്ധിച്ച് തന്നെ ഇതുമായിട്ട് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ മെയിൻ ഓഫീസ് UK-യിലാണ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ 10-15 സ്റ്റാഫ് അവിടെ ഫുൾ ടൈം ജോലി ചെയ്യുന്നു. അപ്പോൾ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങൾ അവർക്ക് വിശദീകരിച്ച് കൊടുക്കും. അപ്പോൾ നിങ്ങൾ വരുന്നത് ഇന്ന കോഴ്സിനാണ് വരുന്നത്, ഇന്ന കോഴ്സിന് ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ഇത്ര ഫീസാവും. അപ്പം ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു MBAക്ക് വരണമെങ്കിൽ 35,000 to 40,000 ആണ് അവിടെ കോഴ്സ് ഫീ. പക്ഷേ ആ യൂണിവേഴ്സിറ്റിക്ക് പകരം ആ സെയിം കോഴ്സ് മാഞ്ചസ്റ്റർ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ 8,000 മുതൽ 9,000 രൂപ ആവുള്ളൂ. എന്നാൽ സാൽഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ 7,000 മുതൽ 7,500 പൗണ്ട് ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ രീതിയിലും ആ യൂണിവേഴ്സിറ്റിയുടെ ഗ്രേഡിംഗ് അനുസരിച്ചാണ് അവർ ആ കോഴ്സ് ഫീ തയ്യാറാക്കുന്നത്. പക്ഷേ ആ സെയിം കോഴ്സിനൂടെ 5,000 പൗണ്ടിന് പ്രൈവറ്റ് സെക്ടറിൽ പ്രൈവറ്റ് കോളേജ് നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ 5,000 പൗണ്ട് നോക്കി ആൾക്കാർ അവിടെ വരുമ്പോൾ അത് പ്രൈവറ്റ് സെക്ടർ ആകുമ്പം ചിലപ്പോൾ അത് പൊട്ടിപ്പോകാം, ചിലപ്പം അവർ ആ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലാതെ വരും. അങ്ങനെ വരുമ്പോഴേ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ എപ്പോഴും ആൾക്കാർക്ക് പുതിയതായി വരേണ്ടവർക്ക് യൂണിവേഴ്സിറ്റി കോഴ്സുകളിലേക്ക് വരുന്നതായിരിക്കും ഉചിതം. ഒരു വർഷം എങ്ങനെ വന്നാലും അവരെ സംബന്ധിച്ച് 20 അവർ എന്നുള്ളത് അവരുടെ ഹോളിഡേയ്സും ബാക്കിയുള്ള അവേഴ്സോടെ നോക്കി അവരെ സംബന്ധിച്ചിടത്തോളം 30-35 മണിക്കൂറോളം ആവറേജ് അവർക്ക് ജോലി ചെയ്യാം. അപ്പോൾ അങ്ങനെ ജോലി ചെയ്താൽ തന്നെ
അവരെ സംബന്ധിച്ച് ഒരു 1000 പൗണ്ടോളം അവർക്ക് അല്ലെങ്കിൽ 800 പൗണ്ട് മുതൽ 1000 പൗണ്ട് വരെ ഏൺ ചെയ്യാം. അവരുടെ ജീവിത ചെലവുകൾ, അപ്പോൾ അവരുടെ ജീവിത ചെലവും അക്കോമഡേഷനും പിന്നെ അത്യാവശ്യം കോഴ്സ് ഫീക്കുള്ള പൈസയും അവർക്ക് ഇതിന് കരസ്ഥമാക്കും. ആദ്യമേ വരുമ്പം നമുക്ക് ഇവിടുത്തെ സാഹചര്യങ്ങളിൽ നിന്ന് അവിടെ വരുമ്പം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമുക്ക് അവിടുത്തെ കൾച്ചറോ അവിടുത്തെ ജോലി സാധ്യതകളോ അവിടുത്തെ മറ്റുള്ള കമ്മ്യൂണിക്കേഷൻസും നമുക്ക് അത്ര സ്കിൽഡ് അല്ലായിരിക്കും. അപ്പോൾ ഒരു 2 മാസം കഴിയുമ്പോൾ അവർ സ്കിൽഡ് ആവും. അപ്പോൾ അവർക്ക് തൊഴിൽ കിട്ടി അവർ അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. ദൃഢനിശ്ചയമുള്ള ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്ന സുവർണ അവസരമാണ് സാബു കുര്യൻ സെന്റ് മേരീസിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ കുറഞ്ഞ ഫീസിൽ മികച്ച സൗകര്യങ്ങളോടെ പഠിക്കുവാൻ സ്വപ്നതുല്യമായ ഒരു അവസരമാണ് തുറന്നു കിട്ടുന്നത്. ആതുര സേവന രംഗത്തെ പുതിയ കമ്പോളം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് വികസിക്കുകയും പടരുകയും ചെയ്യുന്നത്. വിദേശ യൂണിവേഴ്സിറ്റികൾ എപ്പോഴും സ്വയം പരിഷ്കരിക്കുന്നവരാണ്. കാലഹരണപ്പെട്ടവയെ ഉപേക്ഷിക്കുവാനും പുതിയ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നീങ്ങുവാനും അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അറിവിനെയും തിരിച്ചറിവിനെയും അനുഭവത്തെയും നന്നായി കൊണ്ടുപോവുകയാണ് ശ്രീ സാബു കുര്യൻ. സാർ, ഒരു സാധാരണ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, എസ്പെഷ്യലി MBBS എന്ന് പറയുന്ന ഒരു വളരെ വലിയ സ്വപ്നമാണ്. ഒരു സാധാരണക്കാരന് സാധാരണ രീതിയിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല അതിൻ്റെ എക്സ്പെൻസുമൊക്കെ. ഈ ഒരു അവസരത്തിൽ വളരെയധികം ശ്രദ്ധേയമാണ് സെൻറ്റ് മേരീസും അതുപോലെ തന്നെ അമേരിക്കൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയും ചേർന്ന് നടത്തുന്ന MBBS MD പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ബേസിക്കലി MBBS അല്ല MD പ്രോഗ്രാമിന് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ +2-ന് 65% സയൻസ് ഗ്രൂപ്പിലുള്ള മികവാണ്. അപ്പം അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന സാധാരണക്കാർക്കും ഒരു ഡോക്ടറാകാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞങ്ങൾ അമേരിക്കൻ ഇൻ്റർനാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുമായി ചേർന്നുകൊണ്ട് സംയുക്തമായി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ വലിയ അഭിലാഷമായിരിക്കും ഒരു ഡോക്ടറായി കാണാം. സാമ്പത്തികമായ നിലവാരം അവരെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ട് ചെയ്യാൻ മേലാത്ത അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ ഒന്ന് എൻട്രൻസ് എഴുതി, എൻട്രൻസ് കിട്ടി അല്ലെങ്കിൽ എൻട്രൻസ് കിട്ടിയില്ല, അവന് ഡോക്ടറാണെങ്കിൽ ഇവിടെ ഒരു 50 ലക്ഷം മുതൽ 1 കോടി രൂപ മുതൽ മുടക്കിയാൽ മാത്രമേ അവന് അഡ്മിഷൻ കിട്ടുള്ളൂ. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഫീസ് ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ലൊരു തുക കണ്ടെത്തണം. ഇതേ സംബന്ധിച്ച് നമുക്ക് ഡൊണേഷൻ കൊടുക്കണ്ട, എൻട്രൻസ് എഴുതണ്ട, നമ്മൾ 60% മാർക്കുണ്ടെങ്കിൽ ഈ അമേരിക്കൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാം. അപ്പം അമേരിക്കൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി പ്രത്യേകത, ഇത് വാഷിങ്ടൺ അഡ്വൻറ്റേജ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പം ഈ വാഷിങ്ടൺ അഡ്വൻറ്റേജ് യൂണിവേഴ്സിറ്റി അവിടെ ഈ MBBS പ്രോഗ്രാമിന് വാഷിങ്ടണിലും അതിനോടനുബന്ധിച്ച് തന്നെ സെൻറ്റ് ലൂയിസ്യ അല്ലെങ്കിൽ കാനഡ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇവരുടെ ക്യാമ്പസ് സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് തന്നെ അറ്റ്ലാന്റയിൽ ഇവരുടെ ക്യാമ്പസുണ്ട്, അല്ലെങ്കിൽ ചിക്കാഗോയിലുണ്ട്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഇവിടുന്ന് ക്വാളിഫിക്കേഷൻ +2-ന് കിട്ടിക്കഴിഞ്ഞാൽ 65% കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും ക്യാമ്പസ് തിരഞ്ഞെടുക്കാം. അപ്പം സെൻറ്റ് ലൂയിസ് എന്ന ക്യാമ്പസ് അമേരിക്കയിൽ നിന്നും വളരെ ദൂരെയല്ല, അതിൻ്റെ അടുത്തൊരു ദ്വീപാണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത, അവർക്ക് വളരെ ഏതാണ്ട് 4 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപയെ ഒരു വർഷത്തെ കോഴ്സ് ഫീ ഉള്ളൂ. പക്ഷേ അവർ ഈ കോഴ്സ് വാഷിങ്ടൺ DC ചെയ്യുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം 7 അല്ലെങ്കിൽ 7.5 ലക്ഷം രൂപയോളം ചിലവ് വരും. അതുകൊണ്ട് പല വിദ്യാർത്ഥികളും ഈ MBBSന് അപ്ലൈ ചെയ്യുക, ഒന്ന് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ അല്ല തേർഡ് ഇയർ ഇവിടെ സെൻറ്റ് ലൂയിസ് ചെയ്തിട്ട് 4th ഇയർ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം, ഇല്ലെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന കാലഘട്ടത്തിൽ ഈ USMLയിലായിരിക്കും ഈ സിലബസ്, അമേരിക്കൻ സിലബസ് തന്നെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. കാരണം അവരുടെ മെയിൻ ക്യാമ്പസ് വാഷിങ്ടൺ DC ആണ്, അവരുടെ ബ്രാഞ്ചാണ്. അപ്പോൾ അവർക്ക് 2-3 ബ്രാഞ്ചുണ്ട്. അപ്പോൾ അവിടെ USMLE കണ്ടിന്യൂ ചെയ്തു 4ാമത്തെ വർഷം USMLE പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് അതിപ്പം ഇവിടെയാണെങ്കിൽ MBBS കഴിഞ്ഞാൽ MBBSന് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ എക്സാം പാസ്സാകണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ എക്സാമാണ് USMLE. അപ്പോൾ അത് പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് അമേരിക്കയിൽ ജോലി ചെയ്യാം. അമേരിക്കയിൽ ജോലി ചെയ്യാം, ഒപ്പം തന്നെ USMLE പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യയിൽ ഇവിടെ വന്ന് ജോലി ചെയ്യാം. സാർ, അപ്പോൾ അമേരിക്കയിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും എക്സാംസ് പാസ്സാവേണ്ടതുണ്ടോ? അമേരിക്കയിലെ 4 വർഷത്തെ പഠനത്തിന് ശേഷം അമേരിക്കയിൽ തന്നെ MD പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ അവർക്ക് അമേരിക്കയിൽ അവർ MD പഠിക്കുകയാണെങ്കിൽ അവർ വാഷിങ്ടണിലോ അല്ലെങ്കിൽ അവർക്ക് ഷിക്കാഗോ ക്യാമ്പസോ അറ്റ്ലാന്റ ക്യാമ്പസിലോ അവർക്ക് MD പഠിക്കാം. MDക്ക് ശേഷം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് മറ്റ് യാതൊരുവിധ ടെസ്റ്റുകളുടെ ആവശ്യമില്ല. അല്ലാത്ത പക്ഷം MBBS കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിൽ വന്നും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുക, അല്ല അവിടെ MD ചെയ്യേണ്ട. അപ്പം സാധാരണ രീതിയിൽ MDക്ക് USA അല്ലെങ്കിൽ USA MD ചെയ്യണമെങ്കിൽ
നമുക്ക് വേറൊരു ഡൊണേഷൻ്റെ ആവശ്യമില്ല. കാരണം ഫീസും അതുപോലെ തന്നെ ഏതാണ്ട് $20,000 ഏതാണ്ട് ആകുള്ളൂ. അപ്പോൾ അങ്ങനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിന് മുമ്പ് ഇവിടെ കേരളത്തിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ, ഇന്ത്യ വന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവർക്ക് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ സ്ക്രീനിങ് ടെസ്റ്റ് USMൽ അവിടെ പഠിച്ചിട്ട് വരുന്ന ഒരു വിദ്യാർത്ഥി ഇവിടുത്തെ സ്ക്രീനിങ് ടെസ്റ്റ് പ്രശ്നമല്ല. തന്നെയല്ല ഈ യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പം MD അവിടെ ചെയ്തിട്ട് വരുവാണെങ്കിൽ അവർക്ക് ഇവിടെ സ്ക്രീനിങ് ടെസ്റ്റ് പോലും വേണ്ട, നേരെ ഇവിടെ വന്ന് ജോലി ചെയ്യാനായിട്ട് അവർ എലിജിബിളാണ്. ഈ ഒരു MD പ്രോഗ്രാമിനായിട്ട് സെൻറ്റ് മേരീസ് എന്തൊക്കെ ഫെസിലിറ്റീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സെൻറ്റ് മേരീസ് MBBSന് പോകാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി അവരുടെ ആപ്ലിക്കേഷൻ അതിൻ്റെ പ്രോസസ്സിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കും. പിന്നെ അവരുടെ പേപ്പർ വർക്കുകൾ നമ്മൾ ചെയ്ത് കൊടുക്കും. പിന്നെ അവരെ ഇവിടുന്ന് USലേക്കോ അല്ലെങ്കിൽ സെൻറ്റ് ലൂയിസിലേക്കോ പോകാനുള്ള അറേഞ്ച്മെൻറ്റ്സ് അതിൻ്റെ യാത്ര അറേഞ്ച്മെൻറ്റ്സ് ചെയ്യും. അവിടെ ചെല്ലുമ്പോൾ അവരുടെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ്, ഈ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് കൊടുത്തു കഴിഞ്ഞ് ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നിടം വരെ നമ്മൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് അവർക്ക് പിന്നെ ക്ലാസ്സിൽ പോയാൽ മതി. ക്ലാസ്സിൽ പോകുമ്പം ബാക്കിയുള്ള ഗൈഡൻസ് അവിടെ നിന്ന് തന്നെ കിട്ടും. പിന്നെ ഇവരുടെ പഠനത്തിന് ശേഷം നമ്മൾ അവിടെ ഇവരെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും ജോലി സാധ്യതകളുണ്ടെങ്കിൽ ജോലി സാധ്യത എവിടെ ഉണ്ടെന്നുള്ള കാര്യവും വിവരിച്ചു കൊടുക്കും. അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന MBBS ക്ലാസുകൾ ആദ്യ 3.5 വർഷം അമേരിക്കയിലെ വാഷിംഗ്ടൺ DC ക്യാമ്പസിലോ സെൻറ്റ് ലൂസിയ ക്യാമ്പസിലോ ആയിരിക്കും. ഈ കാലയളവുകളിൽ ക്യാമ്പസുകൾ മാറുവാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. പൂർണ്ണമായും അമേരിക്കൻ USMLE സിലബസിലായിരിക്കും ക്ലാസുകൾ. അവസാന വർഷം അമേരിക്കയിലോ കാനഡയിലോ UK-യിലോ ഇന്ത്യയിലോ പഠിക്കുവാനും ആ രാജ്യങ്ങളിലെ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരത്തോടുകൂടി പ്രാക്ടീസ് ചെയ്യുവാനുമുള്ള അവസരവുമുണ്ടാകും. അവസാന വർഷം അമേരിക്കയിൽ തന്നെ പഠിച്ച് അമേരിക്കൻ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം കരസ്ഥമാക്കിയിട്ട് വന്ന് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരവും നേടാവുന്നതാണ്. അപ്പോൾ ലൈഫ് സ്റ്റൈലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.